ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ റയൽ മാഡ്രിഡ് വേഴ്സസ് ബയൺ മ്യൂണിക്ക് ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ സെക്കൻഡ് ലെഗ് മത്സരത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 കുറേ കാര്യങ്ങൾ സംസാരിച്ചു. പാർട്ട് 2 നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് മത്സരത്തിലെ പ്രധാനപ്പെട്ട ഇവൻസുകളെ കുറിച്ചും അതുപോലെ തന്നെ ടാക്ടിക്കൽ അനാലിസിസും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ കാണുക, കാരണം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. എങ്ങനെയാണ് കാർലോ അൻചെലോട്ടി ഫസ്റ്റ് ഹാഫിനെ നേരിട്ടത്, സെക്കൻഡ് ഹാഫിനെ നേരിട്ടത്, അതിലേക്കൊക്കെ നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. അതിൽ തന്നെ ഫസ്റ്റ് ഹാഫ് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല രസകരമായിട്ടുള്ളൊരു ഫസ്റ്റ് ഹാഫായിരുന്നു. ഒരുപാട് ചാൻസുകളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എന്താണ് ഭയങ്കര ടാക്റ്റിക്കലായിട്ടുള്ളൊരു മത്സരമായിരുന്നു. ബയൺ മ്യൂണിക്കിനെ സംബന്ധിച്ചിടത്തോളം തോമസ് ടുക്കേൽ സിറ്റ് ബാക്ക് ചെയ്തിട്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സാന്റിയാഗോ ബെർണബേയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അത് റീസണബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ ഒരു ടാക്റ്റിക്കാണ്, സംശയമില്ലാത്തൊരു കാര്യമാണ്. കാർലോ അൻചെലോട്ടി ടീം തുടക്കം മുതൽ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഇൻറ്റൻസിറ്റി കാഴ്ചവെക്കുന്നു. അതിൽ തന്നെ നമ്മൾ ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ പൊസിഷൻ നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം ആ ഒരു ലെഫ്റ്റ് സൈഡിലാണ് കളിക്കുന്നായിരുന്നു. നമ്മൾ പലപ്പോഴായിട്ട് സംസാരിച്ചുള്ള സംഭവമാണ്. റയൽ മാഡ്രിഡ് സംബന്ധിച്ചോളം അവർ ലെഫ്റ്റ് വിങ്ങിൽ ആ ഒരു ഏരിയയിലൂടെ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് അവർ കൂടുതൽ നടത്താറുള്ളത്. അത്തരത്തിലുള്ള ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സുപ്പീരിയോറിറ്റി അല്ലെങ്കിൽ സുപ്രിമസി അവരുണ്ടാക്കാറുണ്ട്. അങ്ങനെ ആ ഒരു ഏരിയയിലൂടെ അറ്റാക്ക് ചെയ്യുക, എന്നിട്ട് ഇടയ്ക്കൊരു സാധനമുണ്ട്, ഒരു സ്വിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ക്രോസ് റൈറ്റ് സൈഡിൽ കൊടുക്കുക. അപ്പോൾ എന്താ സംബന്ധിച്ചാൽ ഈ ഒപ്പോസിഷൻ ടീം എന്തായാലും ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ റയൽ മാഡ്രിഡിൻ്റെ അറ്റാക്കിനെ തടയാനായിട്ട് അങ്ങോട്ടേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് പോകുക സ്വാഭാവികമായിട്ട് നടക്കുന്ന സംഭവമാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു പൊടുന്നനെയുള്ള ആ ഒരു റൈറ്റിലേക്കുള്ള സ്വിച്ച് അത് ചിലപ്പോൾ കാർവഹാലിലേക്കായിരിക്കാം, അല്ലെങ്കിൽ ഫെഡെ വാൽവർദയിലേക്കായിരിക്കാം. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഒരു ത്രെട്ട് അവർക്ക് പോസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. അത് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ അവർ ശ്രമിക്കുന്നത് കാണുന്നുണ്ടായിരുന്നത്. അതിൽ തന്നെ ടോണി ക്രോസ് അൺബിലീവബിൾ ആയിരുന്നു. വാട്ട് എ ഫുട്ബോളർ! അതായത് അദ്ദേഹത്തിൻ്റെ കാലുകളിൽ നിന്ന് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നത്. വാട്ട് എ പ്ലെയർ! അതായത് ജൂഡ് ബെല്ലിംഗ്ഹാം ഒരു ലെഫ്റ്റ് സൈഡിൽ കളിക്കുന്നു ഫസ്റ്റ് ഹാഫിൽ, പിന്നെ റൈറ്റ് വിങ്ങിലും അതുപോലെ തന്നെ ഈവൻ ആ ഒരു സ്ട്രൈക്കറിൻ്റെ റോളിലൊക്കെ ആയിട്ട് റോഡ്രിഗോ കളിക്കുന്ന ഒരു സാഹചര്യം. വിനി ജൂനിയർ ആ ഒരു ലെഫ്റ്റ് ഹാഫ് സ്പേസിലാണ് കൂടുതലും കളിക്കുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഫെഡെ വാൽവർദെ റൈറ്റ് സൈഡിൽ അദ്ദേഹം കാർവഹാലിന് സപ്പോർട്ട് കൊടുത്തിട്ടും ആ ഒരു പിന്നെ വിങ്ങറിനെ പോലെ അദ്ദേഹം റൈറ്റ് വിങ്ങിലും കാണുന്നുണ്ട്. അദ്ദേഹത്തിന് RCM റോൾ നമുക്ക് കാണാൻ സാധിക്കും. ടോണി ക്രോസ് കൂടുതലും ഓപ്പറേറ്റ് ചെയ്യുന്നതായിരുന്നത് ഡീപ്പ് ഏരിയയിൽ നിന്നായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം ആയിരുന്നു റയൽ മാഡ്രിഡ് സംബന്ധിച്ചോളം അവർ ബിൽഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ ബോൾ അദ്ദേഹത്തിലൂടെയാണ് സർക്കുലേറ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നത്. ചെമേനി ആണെങ്കിൽ ഈ മുസിയാലയുടെ ത്രെട്ട് കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ട് തന്നെ മുസിയാലയുടെ അടുത്ത് അദ്ദേഹം കൂടുതൽ സാഹചര്യങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ മുസിയാല ഒരു നമ്പർ 10 ആയിട്ടാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ അദ്ദേഹം കൂടുതലും കുറച്ചുകൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത്. ലെഫ്റ്റ് വിങ്ങിൽ ഗ്നാബ്രി സ്റ്റാർട്ട് ചെയ്യുന്നു, റൈറ്റ് വിങ്ങിൽ സാനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം. ഹാരി കെയ്ൻ സ്ട്രൈക്കറായിട്ട്, മിഡ്ഫീൽഡിൽ ഡബിൾ പിവോട്ടിൽ പാവ്ലോവിച്ചും ലെയ്മറുമാണ് സ്റ്റാർട്ട് ചെയ്തത്. ഗൊരെറ്റ്സ്ക ബെഞ്ചിലായിരുന്നു. ഡിഫൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബയണിനെ സംബന്ധിച്ചോളം നോയർ കീപ്പറായിട്ട്, പിന്നെ ഡയറും ഡെലിറ്റ് ഇഞ്ചുറിയിൽ നിന്ന് മുക്തനായിട്ട് വന്നിട്ട് ഡെലിറ്റ് ആ ഒരു RCB റോൾ സ്റ്റാർട്ട് ചെയ്യുന്നു. LCB റോള് നമുക്ക് പിന്നെ ഡയറിനെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. റൈറ്റ് ബാക്കായിട്ട് കിമിച്ച്, ലെഫ്റ്റ് ബാക്കായിട്ട് മസ്റോ. ഇതായിരുന്നു ബയൺ മ്യൂണിക്കിൻ്റെ ലൈനപ്പ്. റയൽ മാഡ്രിഡിൻ്റെ ലൈനപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റുഡിഗറും നാച്ചോയും ഡിഫൻസിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. റൈറ്റ് ബാക്കായിട്ട് കാർവഹാൽ. ഫസ്റ്റ് ലെഗിൽ അദ്ദേഹം സസ്പെൻഡ് ആയിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. പിന്നെ ലെഫ്റ്റ് ബാക്കായിട്ട് മെൻഡി. മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ടോണി ക്രോസ്, ചെമേനി, ഫെഡെ വാൽവർദെ, ജൂഡ് ബെല്ലിംഗ്ഹാം, ഇത്തരത്തിലായിരുന്നു അവരുടെ മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നത്. വിനി ജൂനിയറും റോഡ്രിഗോയും അറ്റാക്കിംഗ് പ്ലെയേഴ്സായിട്ട്. അപ്പോൾ ഇതിൽ തന്നെ ഇവരുടെ പൊസിഷൻസ് ഇങ്ങനെ പല സാഹചര്യങ്ങളിലും മറിയുന്നുണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ ടോണി ക്രോസ് ഞാൻ പറഞ്ഞ പോലെ വളരെ ഡീപ്പായിട്ടുള്ള ഏരിയയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് സെൻറ്റർ ബാക്കുകളുടെ അടുത്ത് ബോൾ റിസീവ് ചെയ്തിട്ട് അദ്ദേഹം ഇങ്ങനെ സ്പ്രേ ചെയ്യുകയാണ്. അതായത് ഏറ്റവും കൂടുതൽ ടച്ചസ് ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നത് ടോണി ക്രോസിലായിരുന്നു. ഏറ്റവും കൂടുതൽ പാസുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടോണി ക്രോസ് ആയിരുന്നു. ഫസ്റ്റ് ലെഗിൽ തോമസ് മുള്ളർ ആ ഒരു 10 ആയിട്ട് കളിക്കുന്ന സാഹചര്യത്തിൽ ഈ ടോണി ക്രോസിൻ്റെ ഇമ്പാക്റ്റിനെ കുറക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അദ്ദേഹത്തെ പ്രസ് ചെയ്യാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളും നടത്തുന്നുണ്ടായിരുന്നു. ഇവിടെ വളരെ പാസീവായിട്ടായിരുന്നു ബയൺ മ്യൂണിക്ക് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊരു 4-4-2 ഷേപ്പിലിരിക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു. ഓഫ് ദ ബോൾ നിൽക്കുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഞാൻ ഈ പറഞ്ഞ പോലെ ടോണി ക്രോസും ജൂഡ് ബെല്ലിംഗ്ഹാമും മെൻഡിയും വിനി ജൂനിയറും എല്ലാവരും ആ ഒരു ലെഫ്റ്റ് സൈഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ടോണി ക്രോസ് ആണെങ്കിൽ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഫുട്ബോളാണ്. അദ്ദേഹത്തിൻ്റെ സ്വിച്ചുകൾ ഞാൻ പറഞ്ഞ പോലെ റയൽ മാഡ്രിഡിൻ്റെ അറ്റാക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഈ സ്വിച്ച് എന്ന് പറയുന്നത്. അങ്ങനെ നിരവധി സ്വിച്ചുകൾ അദ്ദേഹം കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ അദ്ദേഹം മനോഹരമായിട്ടുള്ള ലോങ് പാസുകൾ കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സുകൾ ഫസ്റ്റ് ഹാഫിൽ എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട്ലി ഇമെൻസ് ആയിരുന്നു. മാത്രമല്ല അദ്ദേഹം കളിച്ചിട്ടുള്ള സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സുകൾ കൂടി പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് സ്റ്റാറ്റ്സുകൾ ഏറ്റവും കൂടുതൽ ചാൻസസ് ഫസ്റ്റ് ഹാഫിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ടോണി ക്രോസ് ആണ്. 2 ചാൻസുകൾ. ഏറ്റവും കൂടുതൽ പാസസ് ചെങ്ങായാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 76 പാസുകൾ 73 കംപ്ലീറ്റ് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ലോങ് പാസുകൾ ചെങ്ങായാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 18 ലോങ് പാസുകൾ, അതിൽ 17 അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ഫോർവേഡ് പാസുകളും ചെങ്ങായി തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. 21 18 കംപ്ലീറ്റ് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ഫൈനൽ തേർഡിലേക്കുള്ള പാസുകളും ചെങ്ങായി തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. 16 14 ഏറ്റവും കൂടുതൽ സ്വിച്ചുകൾ ഞാൻ പറഞ്ഞ ആ ഒരു ഡയഗണൽസ് കൊടുക്കുന്ന സാഹചര്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റയൽ മാഡ്രിഡ് ഗെയിമിൽ. അതിൽ 7 അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുന്നു.
ഇതൊക്കെ ചെയ്തിട്ടും 96% പാസിംഗ് ആക്യുറസി. വാട്ട്? എങ്ങനെയാണിത്? 94% ലോങ് പാസ് ആക്യുറസി, 92% റിട്ടൻഷൻ റേറ്റ്. വാട്ട് എ പ്ലെയർ, വാട്ട് എ ഫുട്ബോളർ. ഇന്നലത്തെ മത്സരത്തിൽ പല പ്ലെയേഴ്സും ബ്രില്യൻ്റായിട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷേ 2 സ്റ്റാൻഡേർഡ് ഫുട്ബോളേഴ്സിനെ എടുത്ത് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം, ഒന്ന് ടോണി ക്രോസ്, അദ്ദേഹം കളിച്ച മിനിറ്റ്സുകളിലെല്ലാം അദ്ദേഹം ടോപ്പ് ക്ലാസ് ആയിരുന്നു. വിനി ജൂനിയർ അൺബിലീവബിൾ ആയിരുന്നു എന്നുള്ള കാര്യം കൂടി എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ബയർനെ സംബന്ധിച്ചോളം അവർ പിന്നെ ഇപ്പോൾ ലെയ്മർ ആണെങ്കിലും ഒരു മിനി കാൻറ്റയുടെ പോലെ അദ്ദേഹം ഇങ്ങനെ ഡിഫെൻസീവ്ലി ഓഫ് ദ ബോൾ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സെൻട്രൽ ഏരിയയിലൂടെയുള്ള ഈ പിന്നെ റയൽ മാഡ്രിഡിന്റെ പ്രോഗ്രഷൻ തടയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പാബ്ലോവിച്ചും ആ ഒരു കാംനെസ്സും കാര്യങ്ങളൊക്കെ ഓൺ ദ ബോളിൽ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് വെച്ചാൽ റയലിനെ സംബന്ധിച്ചോളം അവർ കാര്യമായിട്ട് ഫ്രണ്ടിൽ നിന്നും പ്രസ് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവരെന്താ ചെയ്യുന്നുണ്ടായിരുന്നു വെച്ചാൽ ഈ പിന്നെ ഡിഫൻസിൽ ഡെലീറ്റ് നല്ല രീതിയിൽ പാസ് ചെയ്യുന്ന തരത്തിലുള്ള ചങ്ങയാണ്. ഡെലീറ്റ് ഫസ്റ്റ് ഹാഫിൽ ഈ വിനി ജൂനിയറുമായിട്ടുള്ള ബാറ്റിൽ പല സാഹചര്യങ്ങളും വിൻ ചെയ്യുന്ന നമ്മൾ കണ്ടിരുന്നത്. കാരണം അദ്ദേഹം ആ ഒരു പിന്നെ ടച്ച് ലൈൻ ടഗ് ചെയ്തിട്ടായിരുന്നില്ല കളിക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ ആയിരുന്നു കളിക്കുന്നുണ്ടായിരുന്നത് ഈ വിനി ജൂനിയർ. അപ്പോൾ ഡെലീറ്റ് പല സാഹചര്യങ്ങളും അദ്ദേഹത്തെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് കൂടുതലും 1v1 ബാറ്റിലുകൾ കിമ്മിച്ചുമായിട്ട് വിനി ജൂനിയർ ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ഹാഫിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. മെൻഡി ആയിരുന്നു പിന്നെയും എന്താ പറയുക നല്ല രീതിയിൽ വൈഡായിട്ട് ആ ടച്ച് ലൈനിലേക്ക് കയറി നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ടോണി ക്രോസ് പിന്നെ ഡിഫൻസിൽ നിന്ന് ബോൾ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ടോണി ക്രോസിന് ആരും പ്രസ്സൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇതിനിടയിൽ തോമസ് ടുക്കെൽ സാനയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടോണി ക്രോസിൻ്റെ അടുത്തേക്ക് ഒന്ന് കയറി നിൽക്കാനൊക്കെ. അപ്പോൾ ആ ഒരു അവസരത്തിൽ മെൻഡി ഫ്രീ ആയിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ലെഫ്റ്റ് വിങ്ങിൽ എന്നുള്ളതാണ്. പക്ഷേ എന്താണ് ഡെലീറ്റൊക്കെ നല്ല രീതിയിൽ അവിടെ ഡിഫെൻഡ് ചെയ്യുന്നു. ഇനി ഈ ബാൻഡിങ്ങിന് ബോൾ കിട്ടുന്ന സാഹചര്യത്തിൽ ഡയറിനെ കാര്യമായിട്ട് പ്രസ്സൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ബോൾ അദ്ദേഹത്തിലേക്ക് കൊടുക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിലേക്ക് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു. കാരണം അദ്ദേഹം ഡെലീറ്റിനെ പോലെ അത്ര മികച്ച രീതിയിൽ പാസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫുട്ബോളർ അല്ല എന്നുള്ള അവർക്കറിയാം. അപ്പോൾ എന്താണ് ലോങ് ബോളുകൾ എടുക്കാൻ ശ്രമിക്കുന്നു. ആ ലോങ് ബോളുകൾക്കൊന്നും ഒരു ആക്യുറസിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ തിരിച്ച് വീണ്ടും പൊസഷൻ റയൽ മാഡ്രിഡ് തന്നെ കിട്ടുന്ന രീതിയിലായിരുന്നു സംഭവങ്ങൾ ഉണ്ടായിരുന്ന എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു ഫസ്റ്റ് ഹാഫിലേത്. പിന്നെ ഫസ്റ്റ് ഹാഫിലെ മേജർ സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബയർനെ സംബന്ധിച്ചോളം അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗ്നാബ്രിയെ മുസിയാല റിലീസ് ചെയ്തിട്ട് ലെഫ്റ്റ് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അദ്ദേഹം എത്തുന്നതിന് ശേഷം അദ്ദേഹം ഹാരിക്കനെ പിക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തിയതാണ്. പക്ഷേ അത് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ക്രോസ് ആയിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. പിന്നെ ഇപ്പുറത്താണെങ്കിൽ റയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു മേജർ ഓപ്പർച്യൂണിറ്റി വരുന്നത് അത് ഗോളായിരുന്നെങ്കിൽ അഗെയിൻ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സംഭവമായി പോയേനെ. അതായത് ആ പിന്നെ ഇൻസിഡൻറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ടോണി ക്രോസ് വൺസ് അഗെയിൻ ആ ഒരു റൈറ്റ് സൈഡിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ സ്വിച്ച് നമ്മൾ കാണാണ്. അപ്പോൾ അവിടെ റോഡ്രിഗോ ഒരു 9 പോലെ അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ റോഡ്രിഗോ അവിടെ ഹെഡ് ചെയ്തിട്ട് കാർവഹാലിലേക്ക് കൊടുക്കുകയാണ്. കാർവഹാൽ അത് തിരിച്ച് റോഡ്രിഗോ കൊടുക്കാൻ ശ്രമിക്കുന്നത് പിന്നെ ഡയർ ഡിഫെൻഡ് ചെയ്യുന്നു. അങ്ങനെ ഡയർ അത് ക്ലിയർ ചെയ്തിട്ടുള്ള സാധനം അത് പിന്നെ ടോണി റുഡിഗറിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. ടോണി റുഡിഗർ അവിടെ ബോൾ പിന്നെ പൊസിഷൻ ഹാൻഡിൽ ചെയ്യുന്നു. ആ ഒരു അവസരത്തിൽ ഇപ്പുറത്താണെങ്കിൽ ആ ബോൾ പുറത്തേക്ക് പോയിട്ടുണ്ടെന്നുള്ള അത് ത്രോയിനിലേക്ക് പോയിട്ടുണ്ടെന്നുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തുന്നു. അങ്ങനെ ത്രോയിനെ അവർ ഓൾറെഡി എടുക്കുന്നുണ്ട് റയൽ മാഡ്രിഡ്. ബായർൻ മ്യൂണിക്കിൻ്റെ പ്ലേയേഴ്സ് അങ്ങോട്ട് പിന്നെ ഫുൾ കോൺസെൻട്രേഷൻ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. കാരണം 2 ബോൾ ഗ്രൗണ്ടിലുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അതായത് ടോണി റുഡിഗറിൻ്റെ അടുത്തൊരു ബോളുണ്ട്, അദ്ദേഹം എന്നിട്ട് അത് പുറത്തേക്ക് അടിച്ച് കളയുന്നുണ്ട്. പക്ഷേ അപ്പം തന്നെ ഇവിടെ ത്രോയിന് എടുക്കുന്നു. അപ്പോൾ 2 ബോളുകൾ ഗ്രൗണ്ടിലുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് കാർവഹാൽ ബോക്സിൽ നിൽക്കുന്ന വിനി ജൂനിയറിനെ പിക്ക് ചെയ്യുന്നു. വിനി ജൂനിയറിൻ്റെ അറ്റംപ്റ്റ് അവിടെ നോയർ അത് ഇനീഷ്യലി സേവ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അത് പോസ്റ്റിൽ തട്ടിയിട്ട് അത് തിരിച്ച് ആ റീബൗണ്ടായിട്ട് ആ ഒരു 6 യാർഡ് ഏരിയയിൽ നിൽക്കുന്ന റോഡ്രിഗോയിലേക്ക് എത്തുന്നു. റോഡ്രിഗോയുടെ അറ്റംപ്റ്റോടെ നോയർ മനോഹരമായിട്ട് സേവ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെ അവിടെ ബായർൻ മ്യൂണിക്ക് രക്ഷപ്പെടുകയാണ്. പക്ഷേ അതവിടെ ഗോളായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ അതാണ് ഒരു ബിഗ് ചാൻസ് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഹാഫിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ 26ാമത്തെ മിനിറ്റിൽ ഗ്നാബ്രിക്ക് ഇഞ്ചുറി പറ്റി പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. അങ്ങനെ ഗ്നാബ്രിക്ക് പകരമായിട്ട് സർപ്രൈസിംഗ് ആയിട്ട് ഡേവിസിനെയാണ് ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിക്കാനായിട്ട് തോമസ് ടുക്കെൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം കാനഡയ്ക്ക് വേണ്ടിയിട്ട് കളിക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിൽ ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ കളിച്ച് പരിചയമുള്ള ഒരു ചങ്ങയാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഈ ഗ്നാബ്രി ഒരു ലെഫ്റ്റ് വിങ്ങിലാണ് കളിക്കുന്നതെങ്കിലും അദ്ദേഹം ആ ഒരു ലെഫ്റ്റ് ഹാഫ് സ്പേസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് കളിക്കുന്നത്. ഈ ചെങ്ങായി വന്നതോടുകൂടിയിട്ട് എന്താണ് നാച്ചുറൽ വിഡ്ത്ത് അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ആ ഒരു ടച്ച് ലൈൻ്റെ അടുത്ത് നിന്നിട്ട് ഒരു നാച്ചുറൽ വിങ്ങറിൻ്റെ പോലെ കളിക്കാനാണ് ഡേവിസ് ശ്രമിക്കുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം. അങ്ങനെ പിന്നെ ഫസ്റ്റ് ഹാഫിലെ മറ്റ് ഓപ്പർച്യൂണിറ്റി നോക്കി കഴിഞ്ഞാൽ കെയ്നിൻ്റെ നല്ലൊരു വോളി അറ്റംപ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് റൈറ്റ് സൈഡിൽ നിന്ന് കിമ്മിച്ച് ഒരു ക്രോസ് കൊടുക്കുന്നത് ഡിഫെൻഡ് ചെയ്യുന്നു. അത് തൂങ്ങിയിറങ്ങി വന്ന് വീഴുന്ന എഡ്ജ് ഓഫ് ദ ബോക്സിൽ നിന്ന് കെയ്നിൻ്റെ മനോഹരമായിട്ടുള്ളൊരു അറ്റംപ്റ്റ് അത് പിന്നെ ലുനിൻ സേവ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അത് സേവ് ചെയ്തിട്ടില്ലെങ്കിലും അത് ഗോളായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ സ്റ്റിൽ അത് സേവ് ചെയ്യുന്നു. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള വിനി ജൂനിയറിൻ്റെ ഒരു ക്രോസ് ആ ഒരു കോറിഡോർ ഓഫ് അൺസർട്ടനിറ്റി ഉണ്ടല്ലോ, ആ ഒരു 6 യാർഡ് ഏരിയയിലേക്കാണ് അത് വന്നു വീഴുന്നത്. അപ്പോൾ അവിടെ റോഡ്രിഗോ ഉണ്ട്, അത് നോയർ ലാസ്റ്റ് ഡിച്ച് ചാടി സേവ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. പിന്നെന്താണ് ഈ ജൂഡ് ബെല്ലിംഗാം അദ്ദേഹം
വൺസ് അഗെയിൻ ചിലപ്പോൾ പെരിഫറലായിട്ട് ഫുട്ബോൾ കാണുന്ന ആളുകൾ എന്തെങ്കിലും അദ്ദേഹം സ്റ്റാറ്റ്സിലൊന്നും അത്ര മികച്ചൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് അസിസ്റ്റുകളോ ഗോളുകളോ ഒന്നും അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹം ഇന്നലെ ഓഫ് ദ ബോൾ അൺബലീവബിൾ ആയിരുന്നുള്ള കാര്യം ഓർക്കുന്നത്. ആ ഒരു LCM റോളാണ് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഈ ബാൻമിക്കിൻ്റെ കൗണ്ടർ അറ്റാക്കിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള 1-2 ഇൻ്റർവെൻഷൻസ്, 1-2 ഇൻ്റർസെപ്ഷൻസ് അദ്ദേഹം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിയാണ്, അദ്ദേഹത്തിന് ലെഫ്റ്റ് വിങ്ങിലൂടെ ചില സാഹചര്യങ്ങളൊന്നും മുമ്പോട്ട് പോകാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല, കാരണം അത്തരത്തിലുള്ള പേസും കാര്യങ്ങളൊന്നും അദ്ദേഹത്തിനില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ടച്ചസിലുള്ള ക്ലാസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ കൂടുതലും ഡിഫെൻസീവ് കോൺട്രിബ്യൂഷനാണ് ചെന്നൈ നടത്തിയിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഓഫ് ദ ബോൾ മികച്ച രീതിയിലാണ് ചെന്നൈ കളിച്ചത്. ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്രൂഷ്യൽ ഇൻ്റർവെൻഷൻ എന്താണെന്ന് വെച്ചാൽ ഡേവിസ് ലെഫ്റ്റ് സൈഡിലൂടെ പോയിട്ട് അദ്ദേഹം ഒരു കട്ട് ബാക്ക് കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആ കട്ട് ബാക്ക് എഡ്ജ് ഓഫ് ദ ബോക്സിൽ നിൽക്കുന്ന ലെയ്മറിലേക്കാണ് പോകുന്നുണ്ടായിരുന്നത്. പക്ഷേ അത് മനോഹരമായിട്ട് അവിടെ ഇൻ്റർസെപ്റ്റ് ചെയ്യാണ്, റീഡ് ചെയ്യാണ് ജൂഡ് ബെല്ലിംഗാം. എന്നിട്ട് അത് മസ്റാവിയിലേക്ക് എത്തും. മസ്റാവിയുടെ ഒരു അറ്റംപ്റ്റ് നേരെ ഔട്ട്സൈഡ് ദ ബോക്സിനുള്ള അറ്റംപ്റ്റ് നേരെ ലുനിൻ്റെ കൈകളിലേക്ക് പോകുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് ഹാഫിലെ മേജർ ഇവൻറ്റ്സുകൾ. 8 ഷോട്ടുകൾ റയൽ മാഡ്രിഡ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല, 2 മാത്രമേ അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധ്യതയുള്ളൂ. ബാൻമിക്കിൻ്റെ ഭാഗത്ത് നിന്ന് 2 അറ്റംപ്റ്റുകൾ, അത് 2 അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നതാണ്. 58% പൊസിഷൻ റയൽ മാഡ്രിഡിന്, 42% പൊസിഷൻ ബാൻമിക്കിന്. അപ്പോൾ 0-0 എന്നുള്ള സ്കോർ ലൈൻ നിൽക്കുന്നു. ഇനി സെക്കൻഡ് ഹാഫിലെ കാര്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ഡേവിസിൻ്റെ ഒരു ഡിഫ്ലക്റ്റഡ് ഷോട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അതിൽ കെയ്ന് വൺസ് അഗെയിൻ ആ ഒരു മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ഹാഫിൽ മാത്രത്തിൽ മിഡ്ഫീൽഡിലേക്ക് അദ്ദേഹം ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് പാസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാസിങ്ങിൽ ആക്യുറസി ഇല്ലായ്മ ഒരു പ്രശ്നമായിട്ട് ഫസ്റ്റ് ഹാഫിൽ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ സാനെ ശരിക്കും വേസ്റ്റ്ഫുൾ ആയിരുന്നു, വളരെ സ്ലോപ്പി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പൊസിഷനിങ്ങിൽ പ്രശ്നമുണ്ടായിരുന്നു. ഈവൻ ഡിഫൻസീവിലും കാര്യമായിട്ടൊന്നും അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഓൺ ദ ബോൾ അദ്ദേഹത്തിന് ബോൾ കിട്ടുന്ന കാര്യത്തിൽ ഒരു കൺവിക്ഷൻ ഉണ്ടായിരുന്നില്ല. ഒരു ക്രോസ് ഒക്കെ കൊടുക്കാനുള്ള ഒരു അവസരമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഒരു കൺവിക്ഷൻ ഇല്ലാതെയാണ് സാനെ കളിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ സ്ലോപ്പി ആയിരുന്നു സാനെ എന്നുള്ള കാര്യം ഓർക്കുന്നത്. അതുപോലെ തന്നെ ഹാരി കെയ്നും അദ്ദേഹം ഡീപ്പ് ചെയ്ത് നല്ല പാസ് ചെയ്യുന്ന തരത്തിലുള്ള ചങ്ങായാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാസിങ്ങിലും ആ ഒരു റഷ് ചെയ്യുന്നൊരു പരിപാടി നമുക്ക് ഫസ്റ്റ് ഹാഫിലൊക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അദ്ദേഹം നല്ല രീതിയിൽ ഡേവിസിനെ പിക്ക് ചെയ്യുന്നു. ഡേവിസിൻ്റെ ഷോട്ട് ഡിഫ്ലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ബാറിന് മുകളിലൂടെ പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാം. പിന്നെ അതുപോലെ തന്നെ ഒരു ലോങ് ബോൾ, ഡിഫൻസിൽ നിന്നുള്ളൊരു ലോങ് ബോൾ വരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഹാരി കെയ്ൻ അവിടെ മെൻഡിയെ ഔട്ട് മസിൽ ചെയ്യുന്നൊരു സാഹചര്യം. അവിടെ ഹാരി കെയ്ൻ മികച്ച പേസും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ അദ്ദേഹത്തിന് ബോഡി യൂസ് ചെയ്യാൻ അറിയാം. അവിടെ മെൻഡിയെ തട്ടി മാറ്റിയിട്ട് അദ്ദേഹം ആ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ഒരു അറ്റംപ്റ്റ് നടത്തുകയാണ്. പക്ഷേ എന്താണ് അത് പിന്നെ ഈസിലി ലുനിൻ സേവ് ചെയ്യുന്നു. അതിനുശേഷം മെൻഡി അവിടെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഹാരി കെയ്ൻ ഒരു പെനാൽറ്റി അപ്പീലൊക്കെ ഹാരി കെയ്ൻ്റെ ഭാഗം നമ്മൾ കണ്ടു. പക്ഷേ അത് ഒരു തരത്തിലും പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവമൊന്നുമല്ല. പിന്നെ നമ്മൾ സെക്കൻഡ് ഹാഫിൽ ഈ കാർലോ ആൻചെലോട്ടിയുടെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരു ടാക്ടിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ വിനി ജൂനിയറിനോട് ശരിക്കും ആ ഒരു വിങ്ങിലേക്ക് അങ്ങോട്ടേക്ക്, ലെഫ്റ്റ് വിങ്ങിലേക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞു. അതായത് അവിടെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കാണുന്നതായിരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ മെൻഡിയാണ് കൂടുതലും ഫ്രീ ആയിട്ട് അത്തരത്തിൽ ആ ലെഫ്റ്റ് വിങ്ങിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് മെൻഡിയോട് കുറച്ചുകൂടെ ഇൻസൈഡിലേക്ക് വരാനും വിനി ജൂനിയറിനോട് ആ ഒരു പിന്നെ ടച്ച് ലൈൻ ഹഗ് ചെയ്തിട്ട് കളിക്കാനും പറയുകയാണ്. അത് ശരിക്കും കിമ്മിച്ചിന് പണി കൊടുക്കുന്ന തരത്തിലുള്ള സംഭവമാണ്. കിമ്മിച്ചിനെ ശരിക്കും റോസ്റ്റ് ചെയ്ത് വിട്ടു, നരകത്തിലെ കോഴിയാക്കി മാറ്റി വിനി ജൂനിയർ നമുക്ക് പറയാൻ പറ്റും. അദ്ദേഹത്തിന് ഡിഫെൻഡ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല, ഒരു രക്ഷയുണ്ടായിരുന്നില്ല, ഒരു തരത്തിലും വിനി ജൂനിയറിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നതല്ല. അദ്ദേഹം ഇങ്ങനെ ടോർമെൻറ്റ് ചെയ്യുമായിരുന്നു ഈ ബാഡ്മിക്കിൻ്റെ ആ ഒരു സൈഡ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട്. അങ്ങനെ പക്ഷേ നോയർ ബാഡ്മിക്കിൻ്റെ രക്ഷനാകുന്ന സാഹചര്യം നമ്മൾ കാണാണ്. അപ്പോൾ ഇതിൽ തന്നെ അവസരങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാച്ചോ നല്ല രീതിയിൽ ഡിഫൻസിൽ നിന്ന് ബോൾ ക്യാരി ചെയ്ത് മുമ്പോട്ട് പോവാണ്. ഈ സംഭവം നമുക്ക് ബാഡ്മിക്കിൻ്റെ അടുത്ത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവർക്ക് ബോൾ അങ്ങനെ ക്യാരി ചെയ്ത് മുമ്പോട്ട് പോകാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അതിപ്പോൾ ഡയർ അത്തരത്തിൽ ക്യാരി ചെയ്ത് പോകുന്ന ഒരാളുമല്ല, ഡെലിറ്റ് ആണെങ്കിൽ അത് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരത്തിൽ വളരെ പാസീവായിട്ടാണ് ബാഡ്മിൻ്റൺ കളിക്കുന്നത്. റയൽ മാഡ്രിഡ് ആണെങ്കിൽ കുറച്ചുകൂടെ അഡ്വഞ്ചറസ് ആകുകയാണ്. അപ്പോൾ ഈ നാച്ചോ അങ്ങനെ ബോളുമായിട്ട് ക്യാരി ചെയ്ത് പോയതിനു ശേഷം അദ്ദേഹം സ്വിച്ച് കൊടുക്കുന്നു ലെഫ്റ്റിലേക്ക്. മെൻഡി ആ ബോൾ വിനി ജൂനിയർ കൊടുക്കുകയാണ്. അപ്പോൾ വിനി ജൂനിയർ ഈ ഒരു അവസരത്തിൽ അവിടെ ഡെലിറ്റുമായിട്ടാണ് ആ ഒരു 1v1 ബാറ്റിൽ വരുന്നത്. കിമ്മിച്ച് ആ ഒരു സാഹചര്യത്തിൽ അവിടെ ഇല്ല. സാനെ വന്നിട്ട് പിന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമം നടന്നുണ്ട്. പക്ഷേ വിനി ജൂനിയർ ബോക്സിലേക്ക് കട്ട് ഇൻസൈഡ് ചെയ്ത് പോകുന്നതിന് ശേഷം അദ്ദേഹം നല്ലൊരു ക്രോസ് കൊടുക്കുന്നു. അവിടെ റോഡ്രിഗോ മീറ്റ് ചെയ്യാണ്. പക്ഷേ അവിടെ ഇനഫ് ബോഡീസ് ഇല്ല റയൽ മാഡ്രിഡ് ബോക്സിൽ എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാൻ പറ്റും. പക്ഷേ റോഡ്രിഗോയുടെ അറ്റംപ്റ്റ് ജസ്റ്റ് വൈഡായിട്ട് പോകുന്നു. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വിനി ജൂനിയർ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ ഒരു മൊമെൻറ്റിൽ റോഡ്രിഗോക്ക് അത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ ക്യാമറ കാർലോ ആൻചെലോട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാർലോ ആൻചെലോട്ടി എന്താ ചെയ്യുന്നത് വെച്ചാൽ യൂഷ്വലി ആ ഒരു ചുയിങ് എടുത്തിട്ട് ഇങ്ങനെ വിഴുങ്ങുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ജൂഡ് ബെല്ലിംഗാം ഒരു ഫ്രീ കിക്ക് വിൻ ചെയ്യുന്നു. ആ ഒരു ബോക്സിൻ്റെ തൊട്ട് പുറത്തായിട്ടാണ് ആ ഫ്രീ കിക്ക് വിൻ ചെയ്യുന്നത്. റോഡ്രിഗോ ഫ്രീ കിക്ക് എടുക്കുന്നു. ഫ്രീ കിക്ക് അവിടെ നോയർ സേവ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണണം. പിന്നെ മുസിയാല ഇതിനിടയിൽ ക്രൂസിൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ മിഡ്ഫീൽഡ് ഏരിയയിൽ. എന്നതിന് ശേഷമുള്ള അവിടെയുള്ള സാനയുടെ റണ്ണ് മികച്ചതല്ല, മുസിയാലയുടെ പാസ് മികച്ചതല്ല. അപ്പോൾ ഈ ഫൈനൽ തേർഡിൽ വളരെ വേസ്റ്റ്ഫുൾ ആയിരുന്നു കൗണ്ടർ അറ്റാക്കിംഗ് സിനാരിയോയിൽ ബയൺ മ്യൂണിക്ക് എന്നുള്ളത് എടുത്ത് പറയേണ്ടതായിട്ടുള്ളൊരു സംഭവമാണ്. അവിടെ
പാസിങ്ങിലുള്ള പോരായ്മ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു മൊമെൻറ്റ് കഴിഞ്ഞു. പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ 60ാമത്തെ മിനിറ്റിൽ വിനി കിമ്മിച്ചിനെ കുക്ക് ചെയ്തിട്ട് ആ ഒരു ലെഫ്റ്റ് സൈഡിലൂടെ പോയിട്ട് കട്ടിങ് സൈഡ് ചെയ്തിട്ട് ബോക്സിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തെ പിന്നെ ബോക്സിലെത്തി കഴിഞ്ഞാൽ വീഴ്ത്തിയ പണിയിട്ടു എന്ന് നമുക്കറിയുന്നതാണ്, അല്ലെങ്കിൽ തൊട്ട പണിയിട്ടു നമുക്കറിയുന്നതാണ്. അത് ബാഡ്മിൻ്റനും അറിയാം. എന്തായാലും അദ്ദേഹം മനോഹരമായിട്ടുള്ളൊരു ഷോട്ട് അൺലീഷ് ചെയ്യുന്നു. നോയർ അവിടെ രക്ഷകനാകാണ് ബായണ്ണ സംശയം. അപ്പുറത്താണെങ്കിൽ ഡേവിസ് മുസിയാലയുടെ റണ്ണ് പിക്ക് ചെയ്യുന്ന ബോക്സിലേക്കുള്ള മുസിയാലയുടെ വീണുകൊണ്ടുള്ളൊരു അറ്റംപ്റ്റ് അവിടെ ലുനൈൻ സേവ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണണം. അപ്പോൾ സെക്കൻഡ് ഹാഫിലായിരുന്നു കൂടുതൽ ഇവൻസുകൾ സംഭവിക്കുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ചിരുന്നത്. അങ്ങനെ മത്സരത്തിൻ്റെ 68ാമത്തെ മിനിറ്റിൽ അഗെയിൻസ്റ്റ് ദ റൺ ഓഫ് പ്ലേ ആ ഗോൾ ബായൺ മുനിക്ക് അടിക്കുന്നത്, അതും കൗണ്ടർ അറ്റാക്കിൽ ബായൺ മുനിക്ക് ക്ലിനിക്കലാകുന്ന ഒരു സാഹചര്യമാണ് നമ്മളവിടെ കണ്ടത്. അതിൽ കാർവാഹാലൊക്കെ ഔട്ട് ഓഫ് പൊസിഷനിലാണ്, കാരണം അറ്റാക്ക് ചെയ്യാനായിട്ട് മുമ്പോട്ട് പോകുന്നു. അങ്ങനെ അവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ മുസിയാല ബോൾ വിൻ ചെയ്യാണ് ആ ഒരു ബോക്സിൻ്റെ പുറത്ത് നിന്നിട്ട്. എന്നതിന് ശേഷമുള്ള മുസിയാലയുടെ ഡ്രിബിളിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു സാഹചര്യം. അപ്പോൾ അത്തരത്തിൽ എന്താ പറയുക, സ്ട്രക്ചറുകൾ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡ്രിബിളിംഗ് എബിലിറ്റി ഉണ്ട് മുസിയാല എന്ന് പറയുന്ന ഈ ഒരു യങ് ഫുട്ബോളർക്ക്. അപ്പോൾ ഏതൊരു സാഹചര്യത്തിലും ഡ്രിബിൾ ചെയ്ത് മുമ്പോട്ട് പിന്നെ പോകാനും ആ ഡിഫൻസിൽ നിന്ന് ടീമിനെ അറ്റാക്കിലേക്ക് മാറ്റാനും അദ്ദേഹത്തിന് കഴിവുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫൈനൽ ഡിസിഷൻ മേക്കിങ്ങിൽ ഇപ്പോഴും ചില പോരായ്മകളും അതുപോലെ തന്നെ ഗോളടിക്കുന്ന കാര്യത്തിൽ ഇത്തിരി പോരായ്മകളൊക്കെ ഉണ്ട് ആ ഒരു ഫുട്ബോളറെ സംബന്ധിച്ചോളം. പക്ഷേ ഒടുക്കത്തെ പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം കൃത്യമായിട്ടുള്ള പാസ് ചൂസ് ചെയ്തു. ഹാരി കെയ്ൻ ആ മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ. അങ്ങനെ ഹാരി കെയ്ൻ പിന്നെ അവിടെ തൻ്റെ ലെഫ്റ്റ് വിങ്ങിലൂടെ റൺ ചെയ്തിട്ടുള്ള ആ ഒരു ഡേവിസിനെ പിക്ക് ചെയ്തിട്ടുള്ള പാസ് അബ്സല്യൂട്ട്ലി ബ്രില്യൻ്റ് ആണ്. ഇത് ഹാരി കെയ്ൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഇത് ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹത്തിന് കാര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു മൊമെൻറ്റിൽ അദ്ദേഹത്തിന് സാനെ റിലീസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ. പക്ഷേ അവിടെ അദ്ദേഹം കൊടുത്ത ആ ഒരു ത്രൂ ബോൾ പക്ഷേ അവിടെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത് ടോണി ക്രോസ് ആണെന്നുള്ള കാര്യം ഓർക്കണം. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻ്റലിജൻസും ഗെയിം റീഡിങ് എബിലിറ്റിയുമാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു അവസരത്തിൽ നല്ല രീതിയിലുള്ളൊരു ലോങ് ബോൾ കൊടുക്കുന്നു പിന്നെ ഡേവിസിന്. അപ്പോൾ എന്താണ്, കാർവാഹാൽ ഔട്ട് ഓഫ് പൊസിഷനിലാണ്. അപ്പോൾ റുഡിഗറാണ് അവിടെ ഡേവിസിൻ്റെ അടുത്ത് നിൽക്കുന്നത്. റുഡിഗർ അവിടെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഡേവിസിൻ്റെ വീക്കറായിട്ടുള്ള റൈറ്റ് ഫുട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ കട്ടിൻ സൈഡ് ചെയ്തിട്ട് ഇങ്ങനെ വരികയാണ്. റുഡിഗർ പ്രതീക്ഷിക്കുന്നില്ല റൈറ്റ് ഫുട്ട് കൊണ്ട് അങ്ങനെ ഒരു ഷോട്ട് ഡേവിസ് ഔട്ട് അടിക്കുന്നുള്ളത്. പക്ഷേ മനോഹരമായിട്ടുള്ളൊരു ഷോട്ട് അൺലീഷ് ചെയ്യാണ് ഡേവിസ്. ബ്യൂട്ടിഫുൾ ഷോട്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗ് ഗോൾ സാന്റിയാഗോ ബെർണബേയിൽ ആ ഒരു മൊമെൻറ്റിൽ അടിക്കാന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അങ്ങനെ ഗോൾ അടിക്കുന്നു, അങ്ങനെ ബായൺ മുനിക്ക് ലീഡ് എടുക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ എന്താണ്, കാർലോ അഞ്ചലോട്ടി റിയാക്ട് ചെയ്യാണ്, ബെഞ്ചിലേക്ക് പോകുന്നു. അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നു. 38-കാരനായിട്ടുള്ള ലുക്കിറ്റയും വളരെ യങ് ഫുട്ബോളറായിട്ടുള്ള കമോവിംഗയും ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആ ഒരു മിഡ്ഫീൽഡിലെ ഡൈനാമിക്സ് മാറ്റുക എന്നുള്ളത് തന്നെയാണ്. മോഡ്രിച്ച് ക്രൂസിന് പകരം വരുന്നു. ഇത്തരത്തിലുള്ള ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അദ്ദേഹം മനോഹരമായിട്ട് ഈ സീസണിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ചെമേനിയെ മാറ്റിയിട്ട് കമോവിംഗയെ കൊണ്ടുവരുമ്പോൾ എന്താണ്, അവിടെ ഒരു ആഡഡ് അത്ലറ്റിസിസം കൊണ്ടുവരാനും ആ മിഡ്ഫീൽഡിലെ ഡൈനാമിക്സ് മാറ്റാനും ഒക്കെ സാധിക്കും എന്നുള്ളത് മാത്രമല്ല, കമോവിംഗയ്ക്ക് ഈ ട്രാൻസിഷനിലൊക്കെ ശരിക്കും ഡിഫെൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അദ്ദേഹത്തിന് ഒടുക്കത്തെ എനർജി ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഈവൻ ഓൺ ദ ബോളും മികച്ച രീതിയിലുള്ളൊരു ഫുട്ബോളർ തന്നെയാണ് കമോവിംഗ. കൂടുതൽ ആളുകൾ സംസാരിക്കാറില്ല. അപ്പോൾ എന്താണ്, ഉടനെ തന്നെ ചേഞ്ചസ് വരുത്തുന്നു. ഉടനെ തന്നെ കോർണർ പിന്നെ ലഭിക്കുകയാണ് റയൽ മാഡ്രിഡിന്. ആ ഒരു റൈറ്റ് സൈഡിൽ നിന്നുള്ള കോർണർ പിന്നെ ഒരു ഷോർട്ട് കോർണർ എടുക്കുന്നു. ലുക്ക മോഡ്രിച്ച് ഫെഡെ വാൽവർദെ കൊടുക്കുകയാണ്. റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്ന് ഫെഡെ വാൽവർദെ ഒരു ക്രോസ് കൊടുത്തത് അത് നാച്ചോയുടെയും പിന്നെ ബയൻ്റെ ഒരു താരത്തിലും തട്ടിയിട്ടാണ് അത് ഗോളായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉടനെ തന്നെ റയൽ മാഡ്രിഡ് തിരിച്ചു വന്നാണ് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ കൃത്യമായിട്ടും അവിടെ ഒരു ഫൗൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് നാച്ചോ കിമ്മിച്ചിനെ അവിടെ വീഴ്ത്തുന്നുണ്ട്. അത് ഒരു ബ്ലേറ്റൻ പുഷാണ്. അത് കൃത്യമായിട്ടൊരു ഫൗൾ തന്നെയാണ്. അവിടെ റെഫറിയും VAR-ഉം ശരിയായ രീതിയിൽ ഇടപെടുന്ന ഒരു സാഹചര്യം നമ്മൾ കാണണം. അപ്പോൾ അവിടെ അത് റെഫറി പോയിട്ട് സ്ക്രീനിൽ നോക്കുന്നു. അത് കൃത്യമായിട്ടും ഒരു ബ്ലേറ്റൻ പുഷാണ്. നാച്ചോ തന്നിലേക്ക് ബോൾ എത്തുന്നതിന് മുമ്പേ തന്നെ അങ്ങനെ ഒരു പുഷ് ചെയ്തിട്ട് പിന്നെ വീഴ്ത്തുന്നുണ്ട് കിമ്മിച്ചിനെ. അപ്പോൾ ഇതിനെക്കുറിച്ച് കാർലോ അഞ്ചലോട്ടി മത്സരത്തിന് ശേഷം പറയുന്നത് വെച്ചാൽ അവർ ഓഫ് സൈഡ് ഗോളിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് സംസാരിക്കണം എന്നുള്ളതാണ്. ഇതൊരു ഫൗൾ അല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലൊരു കോമെൻറ്റ് അല്ല എന്നുള്ള കാര്യം എടുത്ത് പറയണം. കാരണം അതൊരു ബ്ലേറ്റൻ, വളരെ ക്ലിയർ ആയിട്ടുള്ള ഒബ്വിയസ് ആയിട്ടുള്ള ഒരു ഫൗളാണ്. നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന തരത്തിലൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ അവിടെ ആ ഗോൾ ഡിസലോ ചെയ്യുന്നു. അങ്ങനെ അവിടെ ബായൺ മുനിക്ക് രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണും. പിന്നെ നമ്മൾ സ്ഥിരം റയൽ മാഡ്രിഡിൽ കാണുന്ന ആ ഒരു സംഭവമാണ്. ആ ഒരു ഗോളിന് പുറകിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഗോളിന് പുറകിൽ പോകുമ്പോൾ അവർക്ക് ഈ കോമ്പറ്റീഷനിൽ കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട്. അത് ഓരോ പ്ലെയറിൻ്റെയും അടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് വല്ലാത്ത രീതിയിലുള്ള ഒരു എൻതൂസിയാസം, വല്ലാത്ത രീതിയിലുള്ള ഒരു എനർജി അവർക്ക് എവിടെ നിന്നോ കിട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഓരോ പ്ലെയറിലും നമുക്ക് കാണാൻ പറ്റും. അവർ അറ്റാക്ക് ചെയ്യുമ്പോൾ ഡിഫൻഡേഴ്സ് അറ്റാക്ക് ചെയ്യും, എല്ലാവരും അറ്റാക്ക് ചെയ്യും. അവർ പിന്നെ ആ ഒരു ഗോളിന് വേണ്ടിയിട്ടുള്ള ഒടുക്കത്തെ ശ്രമമാണ് പിന്നെ നടത്തുക.
ഇതിനിടയിൽ ബയൺ മ്യൂണിക്ക് വളരെ പാസീവായിരുന്നു നമ്മൾ പറഞ്ഞു. അതായത് അവരൊട്ടും ബ്രേവ് അല്ലാതെയാണ് കളിക്കുന്നുണ്ടായിരുന്നത്. ആ ഒരു പേടിച്ചിട്ടുള്ള കളിക്കുന്ന രീതിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സ്വാഭാവിക സാന്റിയാഗോ ബെർണബിലാണ് കളി, പിന്നെ ഒരു ഗോളിന് ലീഡുമായി. ഇനിയിപ്പോൾ ഏത് രീതിയിൽ ഗെയിമിനെ മാനേജ് ചെയ്യണം എന്നുള്ളതിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നം അവർക്ക് ഉണ്ടായിരുന്നു. 75-ാമത്തെ മിനിറ്റിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഹാരി കെയിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് അധികം ആളുകൾ സംസാരിക്കാത്ത ഒരു സിറ്റുവേഷനാണ്. മുസ്യാലയുടെ ആ ഒരു ക്രിയേഷൻ നമ്മൾ വൺസ് അഗൈൻ കാണാൻ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്ന ഹാരി കെയിനെ പിക്ക് ചെയ്യുന്നു. ഹാരി കെയിനെ സംബന്ധിച്ചോളം അവിടെ നിന്ന് അദ്ദേഹം സൈഡ് നെറ്റിംഗ് ആണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ എബിലിറ്റി അനുസരിച്ചിട്ട് അതൊരു ഡിഫിക്കൽട്ട് ആംഗിൾ ആണെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ടാർഗറ്റിലേക്ക് അടിക്കണമായിരുന്നു. അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അതിനെക്കുറിച്ച് അധികം ആളുകൾ സംസാരിക്കുന്നില്ല. പിന്നെയാണ് 76-ാമത്തെ മിനിറ്റിൽ തോമസ് ടുക്കേൽ ആ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് വരുന്നത്. സാനെ പിൻവലിച്ചിട്ട് കിം മിൻ ജെ എന്ന് പറയുന്ന ഡിഫൻഡറിനെ കൊണ്ടുവരാനുള്ള തീരുമാനം. അപ്പോൾ അവിടെ മുതൽ ശരിക്കും തോമസ് ടുക്കേൽ ആ ഒരു ലീഡ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനു മുമ്പും അത് തന്നെയാണ് ചിന്ത. പക്ഷേ ഇത് വളരെ ഒബ്വിയസ് ആയിട്ട് അത്തരത്തിലുള്ള ചേഞ്ച് വരുത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. സാനെ ഭയങ്കര വേസ്റ്റ്ഫുൾ ആയിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. പക്ഷേ സ്റ്റിൽ ട്രാൻസിഷനിൽ ഒരു ത്രെട്ടായിട്ട് വേണമെങ്കിൽ സാനെ നമുക്ക് കണക്കാക്കാൻ പറ്റും. അദ്ദേഹത്തിന് കിട്ടുന്ന സിറ്റുവേഷൻസും അദ്ദേഹത്തിന് മുതലാക്കാൻ സാധിക്കുന്നില്ല, അത് വേറെ കാര്യം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഷേപ്പിലും മാറ്റം വരുത്തി. അതായത് ഈ കിം മിൻ ജെ വരുന്നതോടുകൂടി കിം മിൻ ജെ ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കുന്നു. ആദ്യം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു 3 at the ബാക്കിലേക്ക് മാറും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. കിം മിൻ ജെ ലെഫ്റ്റ് ബാക്കായിട്ട് മസറാവി ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അദ്ദേഹം ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കുന്നതാണ്. അതായത് റൈറ്റ് വിങ്ങിലേക്ക് കൊണ്ടുവരുന്നു. ഡേവിസ് ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്നു. പക്ഷെ എന്താണ്, ഡേവിസ് ആണെങ്കിലും മസറാവി ആണെങ്കിലും നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാനുള്ള ആ ഒരു പരിപാടി അദ്ദേഹത്തെ അവരോട് പറയുന്നു. അപ്പോൾ എന്താണ്, ഒരു 6 at the ബാക്ക് എന്നുള്ള രീതിയിലേക്ക് പോലും നീങ്ങുന്ന ഒരു സാധനമാണ്. ഇതിനുള്ള മറ്റൊരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ കിമ്മീച്ചിനെ ശരിക്കും വിനി പരിപ്പിളക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഏരിയയിലുള്ള ത്രെട്ട് പിന്നെ മിനിമലൈസ് ചെയ്യുക എന്നുള്ള ഒരു ചിന്ത കൂടി ഉണ്ടായിരുന്നു തോമസ് ടുക്കേലിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഈ ഡിഫെൻസീവ് ചേഞ്ച് വരുത്തിയതിനു ശേഷം വിനി ജൂനിയറിൻ്റെ ത്രെട്ടിനെ മിനിമലൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ബയൺ മ്യൂണിക്ക് എന്നുള്ളൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. എവിടം വരെ, കാർലോ അഞ്ചലോട്ടി അടുത്ത ചേഞ്ചസ് വരുത്തുന്നത് വരെ. അതായത് 50 മിനിറ്റുകൾക്ക് ശേഷം കാർലോ അഞ്ചലോട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്താൻ തീരുമാനിക്കുന്നു. ആരൊക്കെയാണ് കൊണ്ടുവരുന്നത്? ബ്രഹീം ഡിയാസിനെ ആ ഒരു റൈറ്റ് വിങ്ങിൽ കളിപ്പിക്കാനുള്ള തീരുമാനം എടുക്കുന്നു. അതുപോലെ തന്നെ എന്താണ്, ഹൊസലുവിനെ കൊണ്ടുവരുന്നു. റോഡ്രിഗോ പിന്നെ ബോക്സിൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്നായിരുന്നു. പിന്നെ കിട്ടിയ ചാൻസുകൾ അദ്ദേഹത്തിന് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്താണ്, ഈ ഡിഫൻസിൽ നിന്ന് പോലും ഇനി ക്രോസുകളും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം എന്ന രീതിയിൽ തന്നെയാണ് ഹൊസലുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല ലെഫ്റ്റ് വിങ്ങിൽ വിനി ജൂനിയർ ഇമ്പാക്റ്റ് തുടക്കം മുതലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലാണ് കൂടുതലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. റൈറ്റ് വിങ്ങിൽ അത്ര വലിയൊരു ത്രെട്ട് അവർക്ക് പൊസസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ശരിയാണ്, ഫെഡെ ആണെങ്കിലും കാർവഹാൽ ആണെങ്കിലും ആ രീതിയിലൂടെ ആ ഒരു ഏരിയയിലൂടെ ത്രെട്ട് പൊസ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ വിനി നടത്തുന്ന പോലെ അവർക്ക് നടത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ബ്രഹീം ഡിയാസിനെ ആ ഒരു റൈറ്റിൽ കൊണ്ടുവിടുന്നതോടുകൂടി ഇപ്പോൾ 2 വിങ്ങിലും ബയണിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളായി എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ലൊരു ചേഞ്ച് ആയിരുന്നു കാർലോ അഞ്ചലോട്ടി നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ 82-ാമത്തെ മിനിറ്റിൽ റുഡിഗർ വളരെ ഡീപ്പായിട്ട് ആ മിഡ്ഫീൽഡ് ഏരിയയിൽ നിന്ന് ഒരു ക്രോസ് ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ലോഫ്റ്റഡ് ബോൾ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നല്ല രീതിയിലുള്ള റൺ അവിടെ വിനി ജൂനിയർ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് ജസ്റ്റ് പുറത്തേക്ക് പോകുന്നൊരു സാധനമാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോളാണ് റുഡിഗർ അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് തോമസ് ടുക്കേൽ ആ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻസ് 84-ാമത്തെ മിനിറ്റിൽ നടത്താൻ തീരുമാനിക്കുന്നത്. മുസ്യാലയെ പിൻവലിക്കുന്നു, ഹാരി കെയിനെ പിൻവലിക്കുന്നു, തോമസ് മുള്ളറിനെയും ചുപ്പമൊട്ടിക്കിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നു. അപ്പോൾ ഇത് എന്താണ്, അതിന് കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇവരൊക്കെ ഇഞ്ചുറി ആയിരുന്നു എന്നുള്ളതാണ്. ഹാരി കെയിനൊന്നും അദ്ദേഹം ഒരു കാരണവശാലും അല്ലെങ്കിൽ പിൻവലിക്കാറില്ല. പക്ഷേ പിന്നെ എന്തിന് ഹാരി കെയിൻ സ്റ്റുട്ട്ഗാർട്ടിനെതിരെയുള്ള ഒരു മത്സരത്തിൽ കളിപ്പിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഒരു ഇഞ്ചുറി ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതോ ഇനി പുതിയ ഇഞ്ചുറി മത്സരത്തിൽ നിന്ന് വന്നതാണ്, ബാക്ക് ഇഞ്ചുറി അദ്ദേഹത്തിന് മത്സരത്തിൽ നിന്ന് വന്നതാണ്. എന്തായാലും ഈ ചുപ്പമോട്ടിങ്ങിനെയും തോമസ് മുള്ളറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോടുകൂടി എന്താണ്, എക്സ്പീരിയൻസിനെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തിയത്. പക്ഷെ എന്താണ്, അതോടുകൂടിയിട്ട് പേസ് എന്ന് പറയുന്ന സാധനം കംപ്ലീറ്റ്ലി ഈ ബാഡ്മിക്കിൻ്റെ അറ്റാക്കിൽ നിന്ന് ഇല്ലാതായിപ്പോയി. മാറ്റിയാസ് ടെല്ല അവിടെ ബെഞ്ചിലിരിക്കുന്നുണ്ടായിരുന്നു. ചുപ്പമോട്ടിങ്ങിന് പകരം തോമസ് മുള്ളറിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ചുപ്പമോട്ടിങ്ങിന് പകരം മാറ്റിയാസ് ടെല്ലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ അപ്പോഴും ആ ഒരു ട്രാൻസിഷൻ ത്രെട്ട് അവർക്ക് നിലനിർത്താൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു കണക്കൂട്ടലുണ്ട്, പിഴവ് തോമസ് ടുക്കേലിൽ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് പിന്നീട് കോസ്റ്റ്ലി ആകും നമ്മൾ കണ്ടു. ഇതെങ്ങാനും 1-0 എന്നുള്ള സ്കോർ ലൈനിന് നോയർ ആ മിസ്റ്റേക്ക് വരുത്താതെ മത്സരം അവസാനിച്ചിരുന്നെങ്കിൽ ടുക്കേൽ മാസ്റ്റർ ക്ലാസ്, ഡിഫൻസീവ് മാസ്റ്റർ ക്ലാസ് എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ ആളുകൾ സംസാരിക്കുമായിരിക്കും. പക്ഷേ ഈ കോച്ചുമാരുടെ ഹഞ്ചസ് ചില സാഹചര്യങ്ങളിൽ പിന്നെ പിഴവറ്റും. അതും അദ്ദേഹം ഇത് സാന്റിയാഗോ ബെർണബ്യൂ ആണ് എന്നുള്ളൊരു കാര്യം മറന്നുപോയി എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. റയൽ മാഡ്രിഡ് റീകലേഴ്സിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താണ്. അവർ ഇത്തരത്തിൽ റെമോൺടാഡ നടത്തുന്നതിൽ വലിയ പ്രാഗൽഭ്യമുള്ള ഒരു സൈഡാണെന്നുള്ളത് നമുക്കറിയുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സൈഡിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ നോയറുടെ മിസ്റ്റേക്ക് സംഭവിച്ചില്ലെങ്കിൽ പോലും ചിലപ്പോൾ ഒരു ഗോൾ അവരടിക്കാനുള്ള സാധ്യതയുണ്ട്, മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു കണക്കൂട്ടിൽ അല്ലാത്തൊരു പ്രഡിക്ഷൻ തോമസ് ടുക്കേൽ നടത്തണമായിരുന്നു. അത് അദ്ദേഹം
നടത്തിയില്ല. അദ്ദേഹം ഷട്ട് ദ ഷോപ്പ് നടത്താനുള്ള ഒരു തീരുമാനമെടുക്കുന്നു. അത് പക്ഷേ ബാക്ക് ഫയർ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഇതിൽ ഈ ഒരു ചേഞ്ച് കൂടി തോമസ് തുഖൽ വരുത്തുന്ന കാര്യത്തിൽ എന്താണ് റയൽ മാഡ്രിഡിന് കൊടുക്കുന്ന ഒരു വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഇനി നമുക്ക് പൂർണ്ണമായിട്ടും എല്ലാവരെയും കയറ്റി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാം, ഡിഫൻഡർമാരും എല്ലാവർക്കും നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു ഫ്രീഡം കിട്ടുന്ന ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറൊരു സംഭവം, ഈ ഒരു ചേഞ്ച് വരുത്തിയ ഉടനെ തന്നെ മറ്റൊരു കൗണ്ടർ അറ്റാക്കിംഗ് സിനാരിയോയിൽ ബയേൺ മ്യൂണിക്കിന് ഒരു ചാൻസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചാൻസിൽ മാറ്റിയാസ് ടെൽ ഉണ്ടായിരുന്നെങ്കിൽ, മുസിയാല ഉണ്ടായിരുന്നെങ്കിൽ, ഹാരി കെയ്ൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് ഗോളിൽ കലാശിച്ചേനെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അവർക്ക് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഫസ്റ്റ് ഹാഫിൽ കിട്ടുമ്പോഴും അവർക്ക് കൃത്യമായിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് വേറെ കാര്യം. എന്താണ് സംഭവിച്ചതെന്ന് കഴിഞ്ഞാൽ കോർണർ റയൽ മാഡ്രിഡ് ലഭിക്കുന്നു. അപ്പോൾ ആ കോർണർ ക്ലിയർ ചെയ്തിട്ടുള്ള സാധനം ബ്രഹീം ഡിയാസിനെ ഔട്ട് മസിൽ ചെയ്തിട്ട് തോമസ് മുള്ളർ മുമ്പോട്ട് പോവുകയാണ്. ഒരു 3v1 സിറ്റുവേഷൻ. മെൻഡി മാത്രമാണ് ആ മിഡ്ഫീൽഡ് ഏരിയയിൽ ഡിഫൻഡറായിട്ട് നിൽക്കുന്ന റയൽ മാഡ്രിഡ് സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവിടെ ആ 3v1 സിറ്റുവേഷൻ മുതലെടുക്കാൻ ബയേൺ മ്യൂണിക്കിന് സാധിച്ചില്ല. തോമസ് മുള്ളറിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ലെയ്മറിന് കൊടുത്ത പാസ് വളരെ മോശം പാസ്സായിരുന്നു. പുറകിലേക്കാണ് അത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. തോമസ് മുള്ളർ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അവിടെ ആ ഒരു പാസ് നല്ലപോലെ ചൂസ് ചെയ്തിരുന്നെങ്കിൽ, അതൊക്കെ ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള സംഭവമാണ്. ലെയ്മർ എന്നിട്ടും എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നു. പാബ്ലോവിച്ചിൻ്റെ റണ്ണ് പിക്കാനുള്ള ശ്രമം. ഈ ലെയ്മറൊക്കെ നല്ല രീതിയിൽ ഡിഫെൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുമെങ്കിലും ഓൺ ദ ബോൾ ടെക്നിക്കൽ വിളിച്ച് അത്ര ഇല്ല എന്നുള്ളത് നമുക്കറിയുന്നതാണ്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ ബയേൺ സംബന്ധിച്ചിടത്തോളം എന്താണ്, പാബ്ലോവിച്ച് ഇങ്ങനെ ടയർഡായിട്ട് ഇങ്ങനെ വരുന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലെയ്മർ ആണെങ്കിൽ ടെക്നിക്കൽ എബിലിറ്റി ഇല്ലാത്തൊരു പ്ലെയറാണ്. അപ്പോൾ മിഡ്ഫീൽഡിലും അവർക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ ലെയ്മർ പാബ്ലോവിച്ചിനെ പിക്ക് ചെയ്യാൻ ചൂസ് ചെയ്ത പാസ് ചോയ്സ് നല്ലതായിരുന്നു. പക്ഷേ അതിൻ്റെ വെയിറ്റ് ശരിയല്ല. അവിടെ ആരാണ് വന്നിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞു. കാർവാലൊക്കെ നെക്ക് ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് വരുന്നുണ്ട്. പക്ഷേ അവിടെ ലൂക്ക മോഡ്രിച്ച്, ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പാർട്ടിൽ സംസാരിച്ച ഒരു സംഭവമാണ്, വൺസ് അഗൈൻ സംസാരിക്കുകയാണ്. ഇത് ശരിക്കും ഈ യങ് ഫുട്ബോളേഴ്സിന് ഒരു പാഠമായിട്ട് അല്ലെങ്കിൽ ഒരു ലെസണായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന തരത്തിലൊരു ക്ലിപ്പായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരാണ് ലൂക്ക മോഡ്രിച്ച്? അനവധി ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിലുകൾ വിൻ ചെയ്തിട്ടുള്ള, വേൾഡ് കപ്പിലൊക്കെ മികച്ച രീതിയിലുള്ള ഇമ്പാക്റ്റ് ക്രൊയേഷ്യയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഈ ജനറേഷനിലെ തന്നെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളാണ് ലൂക്ക മോഡ്രിച്ച് അല്ലെങ്കിൽ ലുക്കിറ്റ എന്ന് പറഞ്ഞ ചങ്ങായി. 38 വയസ്സിൻ്റെ ചങ്ങായിക്ക്. പുള്ളിക്കാരാണ് ആ കോർണർ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഡേഞ്ചർ സെൻസ് ചെയ്തിട്ട് അവിടെ നിൽക്കാനല്ല അദ്ദേഹം തീരുമാനിക്കുന്നത്. പകരം ടീമിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പുറകിലേക്ക് ഓടി വരികയാണ്. ഓടി വന്നിട്ട് അവിടെ പാബ്ലോവിച്ചിൻ്റെ അടുത്ത് ആ ബോൾ ആ ഒരു ടാക്കിൾ അവിടെ വിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ബോൾ നേരെ ലുനിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നത് ലൂക്ക മോഡ്രിച്ചാണ്. ആ ഒരു ലെങ്ത് ഓഫ് ദ പിച്ച് മൊത്തം ഓടി വന്നിട്ട്. ഇതാണ് പെർഫെക്റ്റ് എക്സാമ്പിൾ. പറഞ്ഞാൽ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഓൺ ദ ബോളുള്ള സംഭവം മാത്രമല്ല, ലൂക്ക മോഡ്രിച്ചൊക്കെ ഓൺ ദ ബോൾ എജാതി മജീഷ്യനാണ്. ട്രിവേല പാസുകളൊക്കെ നമ്മൾ കൊടുക്കുന്നതൊക്കെ അനവധി സാഹചര്യങ്ങൾ കണ്ടതാണ്. പക്ഷേ ഓഫ് ദ ബോൾ ഇവർ കൊടുക്കുന്ന ഒരു വർക്ക് റേറ്റ്, ഓഫ് ദ ബോൾ ഫുട്ബോളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഏരിയയാണ്. അത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഫുട്ബോൾ കളിക്കുമ്പോഴും അതിന് കാര്യമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കാറില്ല. പക്ഷേ ഓഫ് ദ ബോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പെർഫെക്റ്റ് ഒരു ക്ലിപ്പാണ്, ഒരു എക്സാമ്പിളായിട്ട് യങ് ഫുട്ബോളേഴ്സിന് കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞ പോലെ ബയേണിന് ഹാരി കെയ്ൻ ഉണ്ടായിരുന്നെങ്കിൽ, മുസിയാല ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പറ്റുന്നതാണ്. പിന്നെ എന്താ സംഭവിക്കുന്നത്? ഓൾ ഔട്ട് റയൽ മാഡ്രിഡിൻ്റെ അറ്റാക്കാണ്. റുഡിഗറിൻ്റെ ക്രോസ്, ഡീപ്പ് ഏരിയ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ക്രോസ് കിമ്മിച്ച് വളരെ കൂളായിട്ട് ചെസ്റ്റ് ഡൗൺ ചെയ്തിട്ട് നോയറിന് കൊടുക്കുകയാണ്. ഇവിടെ മുതലാണ് മിസ്റ്റേക്കിൻ്റെ ആ ഒരു ആരംഭം, അല്ലെങ്കിൽ പിന്നെ ഹൊസലുവിൻ്റെ ആ ഒരു ഈക്വലൈസർ ഗോൾ വരുന്നത്. നോയറിനെ സംബന്ധിച്ചോളം അദ്ദേഹം ചൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ത്രോയിൻ അത് ശരിയല്ല എന്നുള്ളതാണ്. ആ ഡെസിഷനിൽ അദ്ദേഹത്തിന് പാളിച്ച പറ്റി. നോയർ അത് തൻ്റെ ലെഫ്റ്റ് ഏരിയയിലേക്ക് ത്രോ ചെയ്യുകയാണ്. പക്ഷേ ആ ത്രോ ആക്യുറേറ്റ് ആയിരുന്നില്ല. അത് എനിക്ക് തോന്നുന്നു ബ്രഹീം ഡിയാസ് ആണ് ഇൻ്റർസെപ്റ്റ് ചെയ്തതെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. എന്നതിന് ശേഷം അവിടെ ആ ബോള് അല്ലെങ്കിൽ അവിടെ ഒരു പൊസിഷൻ ടേൺ ഓവർ സംഭവിക്കുന്നു റയലിനെ സംബന്ധിച്ചോളം. അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കമോവിംഗയിലേക്ക് എത്തുന്നു. കമോവിംഗ അത് ജൂഡ് ബെല്ലിംഗാമിന് കൊടുക്കുന്നു. ലെഫ്റ്റിലൂടെ റൺ ചെയ്തിട്ടുള്ള ജൂഡ് ബെല്ലിംഗാം വിനി ജൂനിയറിനെ പിക്ക് ചെയ്യുന്നു. വിനി ജൂനിയറിനെ സംബന്ധിച്ചോളം ഇനി എന്താണ്, അദ്ദേഹം പിന്നെ കുറച്ച് സ്പേസ് ഉണ്ട്, അദ്ദേഹത്തെ ആരും അങ്ങോട്ട് ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു ഔട്ട് സൈഡ് ദ ബോക്സിൽ നിന്ന് ഒരു ഷോട്ട് അൺലീഷ് ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നു. ആ ഷോട്ട് നോയറിൻ്റെ അടുത്ത് ബൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബൗൺസ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഷോട്ടുകൾ ഇത്തിരി പ്രശ്നം ഉണ്ടാക്കാറുണ്ട് കീപ്പർമാരെ സംബന്ധിച്ചോളം. പക്ഷേ നോയറിനെ പോലെ ഒരു കീപ്പറെ സംബന്ധിച്ചോളം അത് പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. കാരണം നോയർ വേൾഡ് ക്ലാസ് കീപ്പറാണ്, വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമാണ്. പക്ഷേ നോയർ അവിടെ അത് ആ ഒരു ടൈം ഷോട്ടാണ്, അത്ര പവർഫുൾ ഷോട്ടൊന്നും അല്ല അത് വിനി ജൂനിയറിനെ സംബന്ധിച്ചോളം. പക്ഷേ അവിടെ നോയർ അത് സ്പില്ല് ചെയ്യുന്നു. നോയറിനത് പിടിക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിൽ തട്ടിയിട്ടത് അത് റീബൗണ്ട് സംഭവിക്കുന്നത് ഹൊസലു അവിടെ കൃത്യമായിട്ട് ഒരു സ്ട്രൈക്കറിനെ ഇൻസ്റ്റിറ്റ് കാഴ്ചവെക്കുന്നു. അദ്ദേഹം അത് ഫിനിഷ് ചെയ്യുന്നു. മിസ്റ്റേക്ക്.
നോയറിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുകയാണ്. അപ്പോൾ അവിടെ നോയറിനെ സംബന്ധിച്ചോളം ത്രോ മുതൽ പ്രശ്നങ്ങളായിരുന്നു എന്നുള്ള കാര്യമാണ് എടുത്ത് പറയേണ്ടതായിട്ടുള്ളത്. ഒരു പതർച്ച അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് അത് സംഭവിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ നോയർ ഇത്തരത്തിലൊരു ബിഗ് സ്റ്റേജിൽ ഒരു മിസ്റ്റേക്ക് വരുത്തുന്നു. അദ്ദേഹം അതുവരെ ഒരുപാട് സേവുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതാണ്. പക്ഷേ വളരെ ക്രൂഷ്യലായിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ മിസ്റ്റേക്ക് സംഭവിക്കുന്നു. ബയറിനെ സംബന്ധിച്ചിടത്തോളം അവർ കൺസിഡർ ചെയ്തിട്ടുള്ള ഗോളുകളിലെല്ലാം ഇത്തരത്തിലുള്ള ബ്ലേറ്റൻ്റ് ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ മിസ്റ്റേക്കുകൾ വരുത്തി കഴിഞ്ഞാൽ, ഇൻഡിവിജ്വൽ എറേഴ്സ് വരുത്തി കഴിഞ്ഞാൽ ടൈ ജയിക്കാൻ പറ്റില്ല. അത് വളരെ ബേസിക് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെന്താണ്, അടുത്ത 2 മിനിറ്റിനുള്ളിൽ തന്നെ റയൽ മാഡ്രിഡ് ആ ഒരു വിന്നിംഗ് ഗോൾ അടിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അതിലേക്ക് എങ്ങനെയാണ് വരുന്നത്, മറ്റൊരു കോർണർ റയൽ മാഡ്രിഡിന് ലഭിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ സബ്സ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ തോമസ് തുഖൽ വരുത്തിയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ഫ്രീഡം റയൽ മാഡ്രിഡ് ലഭിക്കുന്നുണ്ടായിരുന്നു ഓവറായിട്ട് അറ്റാക്ക് ചെയ്യാനുള്ളത്. അല്ലെങ്കിലും അവർ അത്തരത്തിൽ നടത്തും, അത് വേറെ കാര്യം. അപ്പോൾ എന്താണ്, കോർണർ ലുക്കിറ്റയുടെ കോർണർ വരുന്നു, അത് ക്ലിയർ ചെയ്യുന്നു. വിനി ജൂനിയർ അത് ബോക്സിൻ്റെ പുറത്തുനിന്ന് പിക്ക് ചെയ്യുന്നു. വിനി ജൂനിയർ എന്നിട്ട് അത് വീണ്ടും ബോക്സിലേക്ക് തന്നെ കൊടുക്കുന്നു, അത് വീണ്ടും ക്ലിയർ ചെയ്യുന്നു. ഇത്തവണ ബോക്സിൽ തന്നെ നിൽക്കുന്ന നാച്ചോയിലേക്കാണ് വന്നു വീഴുന്നത്. നാച്ചോയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫസ്റ്റ് പാർട്ടിൽ സംസാരിച്ച സംഭവമാണ്. ആ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം എടുത്തിട്ടുള്ള ആ ഒരു ചോയ്സ് ഓഫ് പാസ്, അദ്ദേഹത്തിൻ്റെ കമ്പോഷർ, അദ്ദേഹത്തിൻ്റെ കാംനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. അദ്ദേഹം അവിടെ ബെസ്റ്റ് ഓപ്ഷനായിട്ടുള്ള ഒരു സ്കാനിങ് നടത്തി. എന്നതിന് ശേഷം തൻ്റെ ലെഫ്റ്റിൽ റുഡിഗർ ഉണ്ട് എന്നുള്ളത് കാണുന്നു. അദ്ദേഹം കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തിട്ട് ആയിരുന്നു റുഡിഗറിന് പാസ് കൊടുത്തിരുന്നെങ്കിൽ അത് ക്ലിയർ ആയിട്ട് ഓഫ് സൈഡ് ആയിപ്പോനെ. പക്ഷേ കൃത്യസമയത്ത് അത് റിലീസ് ചെയ്യുന്നു. റുഡിഗറാണെങ്കിൽ കിട്ടിയ ഉടനെ തന്നെ ലെഫ്റ്റ് ഫുട്ട് കൊണ്ടൊരു ക്രോസാണ്, ബ്യൂട്ടിഫുൾ ക്രോസാണത്, ബ്യൂട്ടിഫുൾ ക്രോസ്. ഹോസൽ അത് മീറ്റ് ചെയ്യുന്നു, ഗോളാകുന്നു. പയനെ സംബന്ധിച്ചോളം കിം മിൻ ജിയാണ് അവിടെ ആ ഒരു ലൈന് കൃത്യമായിട്ട് പിന്നെ പാലിക്കാതിരുന്നത്. വൺസ് അഗൈൻ മറ്റൊരു മിസ്റ്റേക്ക് കിം മിൻ ജി വരുത്തുന്നു. ഡയറക്റ്റായിട്ട് 3 ഗോളുകളിലാണ് ഇൻവോൾവ്മെൻറ്റ് കിം മിൻ ജി നടത്തിയിട്ടുള്ളത്. ഈ ഒരു ടൈൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഗോളിലുള്ള ശരിക്കുള്ള ക്രിയേറ്റേഴ്സ് ആരൊക്കെയാണെന്നുള്ളതാണ്. റയൽ മാഡ്രിഡിൻ്റെ സെൻറ്റർ ബാക്കുകളാണ്. നാച്ചോയും റുഡിഗറുമാണ് അവിടെ ക്രിയേറ്റേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. അത് ജസ്റ്റ് മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഒടുക്കത്തെ വിന്നിങ് മെൻറ്റാലിറ്റിയാണ്, നെവർ ഗിവ് അപ്പ് മെൻറ്റാലിറ്റിയാണ് ഡിഫൻഡേഴ്സ് പോലും റയൽ മാഡ്രിഡിന് വേണ്ടി കാഴ്ചവെക്കുന്നത്. ഇപ്പോൾ കാർവാലൊക്കെ ഒരു രക്ഷയില്ലാത്ത മെൻറ്റാലിറ്റി മോൺസ്റ്റർ ആണെന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം മറ്റൊരു മികച്ച പ്രകടനമാണ് ഈ മത്സരത്തിലൂടെ കാഴ്ചവെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ സെൻറ്റർ ബാക്ക് പാർട്ട്നേഴ്സ് ഇങ്ങനെ ക്രിയേറ്റീവ് ആക്കുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാഹചര്യത്തിൽ. എന്താ ഇതിനൊക്കെ പറയുക, ജസ്റ്റ് റയൽ മാഡ്രിഡ് തിങ്സ് എന്നല്ലാതെ ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അത് ഓഫ് സൈഡ് വിളിക്കുന്നു ലൈൻസ്മാന്, പിന്നെ സ്വാഭാവികമായിട്ടുള്ള ചെക്ക് നടക്കുന്നു, അതിൽ ഓഫ് സൈഡ് അല്ല എന്നുള്ളത് കണ്ടെത്തുന്നു. പിന്നെ ബെർണബേ അങ്ങോട്ട് ഇറപ്റ്റായി, ആ ഒരു ഡഗൗട്ട് അങ്ങോട്ട് ഇറപ്റ്റായി. പക്ഷെ കാർലോ അഞ്ചലോട്ടി മാത്രം കാമ എന്നുള്ള ആ ഒരു സാധനം പുള്ളിക്കാരൻ കാഴ്ചവെക്കുന്നതാണ് പറയുന്നത്. അയാളുടെ ആ ഒരു ഐസ് ഇൻ ദ വെയിൻസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലൊരു സംഭവമാണ്. ഒരു രക്ഷയില്ല. ആ ഒരു കാംനെസ്, അതും പഠിക്കാനുള്ള മറ്റൊരു സംഭവമാണ്. പക്ഷെ അത് പഠിച്ചാലൊന്നും കിട്ടൂല എന്നുള്ളതാണ്. നമ്മളൊക്കെ ചിലപ്പോൾ എക്സെൻട്രിക് ആയിട്ട് പോകുക ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെയുള്ള ഗോളൊക്കെ വരും. പക്ഷേ ഈ ചങ്ങായി ഇതിങ്ങനെ കണ്ട് മടുത്തുള്ളൊരു ചങ്ങയാണ്. നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, കുന്നു കുലുങ്ങിയാലും ഡോൺ കാർലോ കുലുങ്ങൂല എന്ന് പറഞ്ഞിട്ട്. അതേപോലത്തെ സംഭവം തന്നെയാണ് അവിടെയും സംഭവിക്കുന്നത്. പക്ഷേ 9 മിനിറ്റോളം ഇഞ്ചുറി ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു. തോമസ് തുഖൽ തൻ്റെ പ്ലേയേഴ്സിനോട് പറയുന്നുണ്ട് സമയമുണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷേ അതൊന്നും കേൾക്കുന്നില്ല ബയൺ മ്യൂണിക്കിൻ്റെ പ്ലേയേഴ്സ്. പക്ഷേ പിന്നെ ഒരുപാട് സ്റ്റോപ്പ് സ്റ്റാർട്ടുകൾ സംഭവിക്കുന്നു. ഇതിനിടയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് പറയാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ചാൽ, ഈ ആ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് സിനാരിയോയിൽ പാബ്ലോവിച്ചിൻ്റെ അടുത്ത് നിന്ന് ബോൾ പിന്നെ ലുക്ക മോഡ്രിച്ച് വിൻ ചെയ്യുന്ന സാഹചര്യത്തിൽ പാബ്ലോവിച്ചിൻ്റെ തീർന്നിട്ടുണ്ടായിരുന്നു. അതിന് ഇഞ്ചുറി പറ്റുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു 1-2 മിനിറ്റ് ഒരു 10 പേരെ വെച്ചിട്ടാണ് ബാഡ്ലിക്ക് കളിക്കുന്നുണ്ടായിരുന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ട്, അത് റയൽ മാഡ്രിഡിനെതിരെ. അപ്പോൾ പിന്നെ ഈ പാബ്ലോവിച്ചിനും ആ ഒരു സാഹചര്യത്തിൽ ഇഞ്ചുറി പറ്റിയതും ഈ പിന്നെ ബാഡ്ലിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പിന്നെ ക്രൂഷ്യലായിപ്പോയി എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ അത്തരത്തിൽ അവരുടെ ഫിറ്റ്നസ് ഇഷ്യൂസ് ഒരു പ്രശ്നമായിരുന്നു. അവർക്ക് ഒരുപാട് പ്ലേയേഴ്സിന് ഇഞ്ചുറി പറ്റുന്ന ഒരു സാഹചര്യം മത്സരത്തിൽ കണ്ടു. അതൊക്കെ അൺലക്കിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ആ ഒരു കോൺട്രവേഴ്ഷ്യൽ ഇൻസിഡൻറ്റ് സംഭവിക്കുന്നു. ഈ മാർസിനിയാക്ക് എന്ന് പറയുന്ന റെഫറി മിനിറ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. 9 മിനിറ്റ് അതിങ്ങനെ 10ഉം 12ഉം ഒക്കെ ആയിട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിലാണ് കിമ്മിച്ചിൻ്റെ ഒരു ലോങ് ബോൾ ബോക്സിലേക്ക് വരുന്നത്. അത് പിന്നെ ഓഫ് സൈഡ് ആണോ അല്ലയോ എന്നുള്ള ചോദ്യമാണ് നിൽക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിനി അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അവിടെ കൃത്യമായിട്ടുള്ള ഒരു റെഫറിങ് എറർ ഉണ്ട്. കാരണം അത്തരത്തിലുള്ള ടൈറ്റ് സിറ്റുവേഷൻസിൽ എന്താണ് സംഭവിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും ലൈൻസ്മാൻ പിന്നെ ഓഫ് സൈഡ് ഫ്ലാഗ് പൊന്തിക്കാൻ പാടില്ല. ഇനി അഥവാ അദ്ദേഹം പൊന്തിച്ചാൽ തന്നെ റെഫറിക്ക് വേണമെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാം അദ്ദേഹത്തെ. പക്ഷേ അദ്ദേഹം വിസിൽ വിളിക്കുന്നു. അതോടുകൂടിയിട്ടാണ് ഡെലിറ്റ് അവിടെ ഗോൾ അടിക്കുന്നത്. പക്ഷേ വിസിൽ വിളിച്ചതിന് ശേഷം നടക്കുന്ന കാര്യത്തിലൊന്നും ഒരു വാലിഡിറ്റി ഇല്ലാത്ത കാര്യമാണ് ഓർക്കേണ്ടത്. അതിനെക്കുറിച്ച് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ സംസാരിച്ചിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾ പിന്നെ ഒന്ന് കണ്ണോടിച്ച് പോയിക്കോളൂ. എന്തായാലും അവിടെ ഒരു റെഫറിങ് ബ്ലണ്ടർ, റെഫറിങ് എറർ, ഇത്തരത്തിലുള്ള ഒരു ഹൈ പ്രൊഫൈൽ മത്സരം സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ മത്സരം തീരുന്നു. ഗ്രേറ്റ് റെമോൺടാഡ മറ്റൊരു
സാഹചര്യത്തിൽ കൂടി മറ്റൊരു ചാമ്പ്യൻസ് ലീഗ് രാത്രിയിൽ കൂടി റയൽ മാഡ്രിഡ് നടത്തിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. അപ്പോൾ അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി എന്താണ് ടോണി ക്രോസിനെ കുറിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് പോകാം. അതായത് ബാലൻഡിയോർ ഷൗട്ടുകൾ വിനി ജൂനിയർക്ക് ഇപ്പോൾ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു ജൂഡ് ബെല്ലിംഗാമിൽ നിന്നും വിനി ജൂനിയറിലേക്ക് ആ ഒരു സംസാരം മാറിയിട്ടുണ്ട്. അത് ഓക്കെ, ഗുഡ്. വിനി ജൂനിയർ അത്തരത്തിലുള്ള ഒരു പ്രൊട്ടഗണിസ്റ്റാണ്. ബിഗ് മാച്ചസിൽ അത്തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഫുട്ബോളറാണ്. ഇപ്പോൾ ഈ മത്സരത്തിലും ഫസ്റ്റ് ലെഗിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് നമുക്കറിയാം, ഈ മത്സരത്തിലും അദ്ദേഹം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ വൺസ് അഗൈൻ ഞാൻ ടോണി ക്രോസ് ഫോർ ബാലൻഡിയോർ എന്നുള്ള ആ ഒരു സംഭവം തന്നെയാണ് ഉന്നയിക്കുന്നത്. കാരണം ശരിയാണ്, അദ്ദേഹം 68 മിനിറ്റുകൾ ഈ മത്സരത്തിൽ കളിച്ചിട്ടുള്ളൂ. പക്ഷേ ആ 68 മിനിറ്റിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ചില സ്റ്റാറ്റ്സുകൾ പറയേണ്ടതായിട്ടുണ്ട്. ഈ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിൽ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ലോങ് പാസുകൾ കൊടുത്തുള്ളത് ടോണി ക്രോസ് ആണ്. ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ഫോർവേഡ് പാസുകൾ കൊടുത്തുള്ളത് ടോണി ക്രോസ് ആണ്. ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ഫൈനൽ തേർഡിലേക്കുള്ള പാസസ് കൊടുത്തുള്ളത് ടോണി ക്രോസ് ആണ്. ഏറ്റവും കൂടുതൽ സ്വിച്ചസ് ഓഫ് പ്ലേ ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിൽ നടത്തിയുള്ളതും ടോണി ക്രോസ് ആണ്. അതായത് പറഞ്ഞു വരുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. വിനി ജൂനിയർ ഈ സീസണിൽ ഇഞ്ചുറി പറ്റിയിട്ട് പുറത്തിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും റയൽ മാഡ്രിഡ് വിജയിക്കുന്നുണ്ടായിരുന്നു. ശരിയാണ്, ബിഗ് മാച്ചസിൽ വിനി ജൂനിയർ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വിനി ജൂനിയറിനെ പോലത്തെ ഒരു പ്ലെയർ അവർക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ സ്റ്റിൽ ടോണി ക്രോസിനെ അതിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ടീം ബിൽഡപ്പ് ഫേസിലൊക്കെ കാര്യമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ ആ ഒരു ശൈലിയിൽ തന്നെ ടോണി ക്രോസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെ വലുതാണ്. ആ സ്വിച്ചസ് ഓഫ് പ്ലേ ഒക്കെ ഇവരുടെ ശൈലിയിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാർലോ ആൻചെലോട്ടിയുടേത്. അപ്പോൾ അതിൽ ടോണി ക്രോസ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വളരെ വലുതാണ്. അപ്പോൾ ഞാനിപ്പോഴും ടോണി ക്രോസ് ഫോർ ബാലൻഡിയോർ എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനി ജർമ്മനിക്ക് വേണ്ടി യൂറോയിൽ മികച്ച പ്രകടനം കൂടി അദ്ദേഹം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗ് എടുത്തു കഴിഞ്ഞാൽ ആ ഷൗട്ടിന് പ്രാധാന്യം കൂടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഷൗട്ടുകൾ വരുന്നില്ല. വിനി ജൂനിയറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കോപ്പ അമേരിക്കയിൽ വിനി ജൂനിയർ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അദ്ദേഹം ബ്രസീലിന് വേണ്ടി കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത്തവണ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വിനി ജൂനിയർ ഫോർ ബാലൻഡിയോർ എന്നുള്ള ഷൗട്ടിന് കാര്യമായിട്ടുള്ള തന്നെ നോയ്സ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഞാൻ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയാണ്. ഞാൻ ടോണി ക്രോസ് ഫോർ ബാലൻഡിയോർ എന്നുള്ള ഷൗട്ടാണ് മുമ്പോട്ട് വെക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് പ്രത്യേകം അധ്യായത്തിൽ നമുക്ക് കൊണ്ട് കാണാം. ബൈ.